ഹായ്, എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും റാബിറ്റ് ഫാമിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ റീന. എൻ്റെ ഫാം ഉള്ളത് ഇടുക്കിയിലാണ് കേട്ടോ. ഞാൻ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് നന്ദിയുണ്ട്. എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. ഈ കണ്ണാണ് ഓപ്പറേഷൻ ചെയ്തത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എന്നെ ഓർത്ത എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം കേട്ടോ. ഞാൻ വേദന എന്താണെന്ന് പോലും അറിഞ്ഞില്ല. അത്രയും ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചതൊക്കെ ഭയങ്കര ആനക്കാര്യമായിരിക്കും എന്നൊക്കെയാണ്. ഒന്നും ഉണ്ടായില്ല. എന്തായാലും ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്താണെന്നറിയാമോ? ഒരു ലേഡി, അതായത് ഒരു TV ചാനലിൻ്റെ അവതാരകയായിരുന്നു പുള്ളിക്കാരത്തി. വന്ന് ഫാം കണ്ട് ഒരു അനുഭവം പങ്കുവയ്ക്കുന്നത് നിങ്ങൾക്ക് ഞാനൊന്ന് ഷെയർ ചെയ്ത് തരാം. എൻ്റെ പേര് മരിയ. ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് ഞാനിവിടെ യൂട്യൂബിൽ ആക്ച്വലി ഇവരുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചാനൽ വൈസ് കണ്ടപ്പം ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. ഒരു ലേഡി വന്ന് ഇത്രയും റാബിറ്റിനെ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ഇത്രയും സക്സസ്ഫുൾ ആക്കിയെന്ന് കണ്ടപ്പം അത് ശരിക്കും നേരിട്ട് കാണാൻ ഒരു കൗതുകം. അതും പിന്നെ നമ്മുടെ മൈൻഡിലും ഉണ്ടായിരുന്നു. എന്തെങ്കിലും നമുക്ക് ഫാമിംഗ് ഫീൽഡ്, അഗ്രികൾച്ചറൽ ഫീൽഡ്, അങ്ങനത്തെ ഒരു രീതി നമ്മുടെ മൈൻഡിലും ഉണ്ട്. ശരി, അതൊന്ന് കാണാം, കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ അവിടുന്ന് കോയമ്പത്തൂരിൽ നിന്ന് ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് ഇവിടെ വരെ വന്നത് അതിന് വേണ്ടിയിട്ടാണ് വന്നത്. ഞങ്ങൾക്ക് ആക്ച്വലി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. വരുന്നത് വരെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല എന്ന് ഭയങ്കര ഡൗട്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കറിയാം, എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എനിക്ക് സ്റ്റാർട്ട് ചെയ്താൽ സക്സസ്ഫുൾ ആക്കാൻ പറ്റുമെന്ന് എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് റീന മാഡം. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. ഇവിടുന്ന് കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ച് ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യും. എന്തായാലും ഞാൻ അവിടെ പോയി ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെയാണ് എൻ്റെ ഡിസിഷൻ. ഇങ്ങനെ ഒരു ഫാം സ്റ്റാർട്ട് ചെയ്യണം, നല്ല ഒരു കാര്യമാണെന്ന് ഞങ്ങളിങ്ങനെ വീട്ടിൽ ഡിസ്കസ് ചെയ്ത സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പം ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഒരുമിച്ച് എപ്പോഴും തീരുമാനങ്ങൾ എടുക്കാറുള്ള. നല്ലോണം സപ്പോർട്ട് ചെയ്തു. ശരി, നമുക്കത് പോയി കാണാം, പോയി കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ അതിനുള്ള തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു. എന്നെ കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു. ഇനിയുള്ള കാര്യത്തിൽ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് 120% ഉറപ്പാണ്. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു മരിയ മൊത്തമുള്ള നമ്മളുടെ ഒരു എക്സ്പീരിയൻസ്? എന്തായാലും അത്രയും ആത്മാർത്ഥത അതിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വിജയം തന്നെ വരും. തീർച്ചയായിട്ടും അവൾ നല്ലൊരു വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആശംസിക്കുകയാണ്. അതോടൊപ്പം ഈ മുയൽ ഫാമിങ്ങിലേക്ക് വരുന്ന എല്ലാ ലേഡീസിനെയും ജെൻസിനെയും നിങ്ങളെ മാറ്റി നിർത്തണമല്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. നല്ല ചിന്തകളിലൂടെ കടന്നു പോകാനുള്ള ഒരു കൃപ ദൈവം തരട്ടെ. ഞാനിപ്പോൾ നിൽക്കുന്നത് വല്ലാർപാടത്താണ്. ഞാൻ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കടന്നു വന്നത് വല്ലാർപാടം പള്ളിയിലേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് ആകട്ടെ പുതിയൊരു തുടക്കമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടേക്ക് കടന്നു വന്നത്. എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥനയിൽ വീണ്ടും എന്നെ ഒന്ന് ഓർക്കുക. നിങ്ങളെല്ലാവരും എൻ്റെ മനസ്സിലുണ്ടാകും. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു, ബൈ.